the weekend. I just booked our flights. ഹായ് ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ എന്താ പറയുക, രാവിലെ റെയു ബേബിനെ സ്കൂൾക്ക് പറഞ്ഞയക്കണ തിരക്കും കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ എന്നും കിഴങ്ങല്ല കൊടുത്തയക്കില്ല. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതിട്ടോ. കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വെറും കിഴങ്ങ് മാത്രമാണ്. അപ്പോൾ നമ്മൾ സോയാബീന് കുറച്ച് കൂടുതൽ നമ്മളെ കയ്യിൽ സ്റ്റോർ ഉണ്ട് കേട്ടോ. സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ ഫുൾ ടൈം കിഴങ്ങ് തന്നെ മതി എന്ന് പറഞ്ഞ കാരണം സോയാബീൻ കുപ്പിയിൽ നിന്ന് ഇളകിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സോയാബീൻ എടുക്കുന്ന സ്ഥലം കണ്ടില്ലേ, അത് നമ്മൾ പഴയ വീട്ടിലുള്ള എന്താ പറയുക ചെറിയ കബോർഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഇവിടെ വെക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ എന്താ പറയുക ഇവിടെ മുകളിലായിട്ട് അത് വെച്ചതാണ് കേട്ടോ. കാരണം അടിയിലൊന്നും വെക്കാൻ സ്ഥലമല്ല. ഈ സൈഡിൽ നമ്മൾ പഴയ അൽമറ, നിങ്ങൾ വീഡിയോയിൽ ഫ്രണ്ടിലാ മറ്റൊരു അൽമറല്ലേ ബ്ലാക്ക് ആയിട്ടുള്ള, അത് നമ്മൾ പഴയ വീട്ടിലത്തെ അൽമറയാണ്. അതും നമ്മൾ അവിടെ വെച്ചു. പിന്നെ ആ മുകളിലത്തെ കാണുന്ന കബോർഡില്ലേ, അത് വെക്കാൻ സ്ഥലമില്ല. സൈഡിലൊക്കെ ടൈൽസ് ആയതുകൊണ്ട്, പിന്നെ ഈ സൈഡിൽ വാതിലാവുകൊണ്ട് നമുക്കത് മുകളിലാണ്. അത് ഉമ്മാക്കത് എത്തൂല. മുകളിലാവുകൊണ്ട് നമുക്ക് സ്റ്റൂളിട്ട് കയറണം. പിന്നെ നമുക്ക് പൊട്ടുന്ന പാത്രങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. എന്ത് കാര്യങ്ങളും നമുക്ക് സ്റ്റോർ ചെയ്യാം. പക്ഷെ നമ്മൾ എന്താ പറയുക സ്റ്റൂളുമിട്ട് കയറണം എന്നുള്ളൂ കേട്ടോ. ഈ സോയാബീന് കൂട്ടാണ്ടാക്കിയാലും കിഴങ്ങ് കൂട്ടാണ്ടാക്കിയാലും ഷേസു ബേബി നല്ലോണം കഴിക്കും കേട്ടോ. ഷേസു ബേബി രാവിലെ അപ്പത്തിൻ്റെ ഒപ്പം പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക ഈ കിഴങ്ങും അതുപോലെ സോയാബീനൊക്കെ ആണെങ്കിൽ ഓനത് കഴിക്കും കേട്ടോ. പിന്നെ മീനും എല്ലാതും ഷേസു ബേബിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വാശിയൊന്നുമില്ല, ഓൻ എന്തും കഴിക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എളാപ്പയുടെ കുട്ടിയുണ്ട് പറയില്ല. പിന്നെ ഓളെ നമ്മൾ വീഡിയോയിലൊന്നും കാണിക്കണില്ല കേട്ടോ. കാരണം നമ്മളെപ്പോലെ എല്ലാവർക്കും വീഡിയോയിൽ ഫേസ് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലല്ലോ. അപ്പോൾ ഓളവിടെ ഉണ്ട്, ഓളുണ്ടാവുകൊണ്ട് ഷേസു ബേബീനെ ഇങ്ങനെ ഒപ്പം നോക്കുകയൊക്കെ ചെയ്യുകൊണ്ട് ഓൾ കളിപ്പിക്കുകയൊക്കെ ചെയ്യുകൊണ്ട് അങ്ങനെ എന്താ പറയുക എനിക്ക് കുറച്ച് സമാധാനമാണ് കേട്ടോ. അങ്ങനെ ഷേസു ബേബിക്ക് രാവിലെ എണീറ്റ് ഭയങ്കര വിശപ്പാണ് കേട്ടോ. രാവിലെ തന്നെ വന്ന് എന്നോട് പറയും ഉമ്മച്ചി അപ്പം വേണം ചായ വേണമെന്ന് പറയിട്ടു. അപ്പം അങ്ങനെ ഓനിക്കൊക്കത്ത് വെച്ചിട്ട് കുറച്ച് അപ്പമൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് അപ്പം കൊടുക്കും. പിന്നെ റയ്യാന് പോയതിന് ശേഷം പിന്നെ വിശക്കുന്നുണ്ടെങ്കിൽ പിന്നെ കൊടുക്കും കേട്ടോ. പിന്നെ ഞാനും ഉമ്മയും പാടി നിന്ന് പണിയണത്. ഉമ്മ കുറച്ച് ദോശയുണ്ട് ചൂടാണ്ട്, പിന്നെ ഉമ്മ പത്തിരി ഉണ്ടാക്കിക്കുന്നു കേട്ടോ. അപ്പോൾ പത്തിരി ഉമ്മ ദോശ അവിടെ ഇതാക്കുമ്പോൾ ഞാൻ അവിടെ പത്തിരി മറിച്ചിടാൻ നോക്കുകയാണ്. അപ്പം ഉമ്മാക്ക് എന്താ പറയുക ഒരു ചട്ടകമുള്ള, അപ്പം ഉമ്മൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ദോശ മറിച്ചിടാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയുണ്ട്, പത്തിരിയുണ്ട്, നല്ല ചിക്കൻ കറി ഉണ്ട് കേട്ടോ. പിന്നെ റെയു ബേബിക്കാണെങ്കിലും ആരെങ്കിലും വന്നാൽ എന്താണ് ഞാൻ നേരത്തെ ഫുഡ് കഴിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞ് നിർബന്ധിക്കൽ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ. പക്ഷെ എന്താ പറയുക സപടപ്പോള് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓൾക്ക് രണ്ടാൾക്കും ചായയും കടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ എന്തായാലും ഒന്ന് ഒറ്റയ്ക്ക് കഴിച്ചിട്ട് ആരെങ്കിലും എന്താണ് ഒപ്പം ഇരുന്ന് കിട്ടിയാൽ അതുപോലെ ആരെങ്കിലും വന്നാലും ആൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഒരപ്പവും പത്തിരിയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ അടിക്കലും തുടയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഉമ്മ രാവിലെ അടിച്ചോരി തരുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പം ഞാനങ്ങനെ തുടച്ചു. പിന്നെ തിരുമ്പാനൊന്നും തോനല്ല കേട്ടോ. തിരുമ്പാൻ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ ഇങ്ങനെ ട്രൗസറും കുപ്പായൊക്കെ ഒരുപാട് ഇങ്ങനെ എടുത്തിട്ട് ഓലിങ്ങനെ മാറ്റിയിടുമ്പോൾ കുറേ ഉണ്ടാവും കേട്ടോ. പിന്നെ അങ്ങനെ അപ്പം ഇന്ന് അപ്പം അത്ര തിരുമ്പാനൊന്നും ഇല്ല. അപ്പം അങ്ങനെ ഇതാ നമ്മളെ പണികളും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ ഏകദേശം ഇതാ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. നല്ല എന്താ പറയുക ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷേസു ബേബി അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ. നല്ല മുരിങ്ങൻ്റെ ഇലക്കറിയും സോയാബീൻ പൊരിച്ചതും പിന്നെ കൈപ്പക്കപ്പേരിയും മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നലത്തെ എന്താ പറയുക കഷ്ണമീനും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ എന്താ പറയുക എളാപ്പാടെ കുട്ടിക്ക് ഇങ്ങനെ ഇനി എന്തെല്ലാം ഉണ്ടാക്കി കൊടുത്താലും ഓളങ്ങനെ ഓവറായിട്ട് ഇൻ്റെ പോലെ ഒന്നും ഓവറായിട്ട് കഴിക്കൂല കേട്ടോ. ചായയും കുടിക്കൂല. അങ്ങനെ ഓൾക്കൊരു ടൈമുണ്ട്, ആ ടൈമിൽ തന്നെ ഓൾ കഴിക്കട്ടോ. നമ്മളൊക്കെ നേരെ മറിച്ച് എന്താ പറയുക ഫുൾ ടൈം ഭക്ഷണം തന്നെ കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ ഉമ്മാനോട് എന്തെങ്കിലുമൊക്കെ കടി വേണ്ടേന്ന് പറഞ്ഞപ്പോൾ ഉമ്മ സിമ്പിളായിട്ട് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക ഗോതമ്പ് പൊടി കുറച്ചെടുക്കുക, പിന്നെ കുറച്ച് ഉപ്പിടുക,
പിന്നെ നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയത് കൊടുക്കുക കേട്ടോ. പിന്നെ തേങ്ങ ചിരകിയതിൻ്റെ പുറമെ കുറച്ച് പഞ്ചാരയും നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ പറയുക കുറച്ച് വെള്ളം ഇങ്ങനെ പാർന്നിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ ഇലയട എന്ന് പറയില്ലേ, ഇലയിൽ അട ഉണ്ടാക്കൂലേ, അതാണ് ട്ടോ സംഭവം. ഇത് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ആഡ് ചെയ്യാം കേട്ടോ. ശർക്കര നമ്മളെ അടുത്തില്ല. ശർക്കര ഉണ്ടെങ്കിൽ നല്ലോണം എന്താ പറയുക ഉടച്ചിട്ട് എന്താ പറയുക ഇതിൻ്റെ ഒപ്പം മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നല്ലോണം ആദ്യം ചെറിയ ചെറിയ രീതിയിൽ വെള്ളം നനച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. ഒക്കെ കൂടി വെള്ളം പാർന്നിട്ട് വെള്ളം കൂടാനും പറ്റൂല. പിന്നെ എന്താ പറയുക നമ്മൾ വെള്ളം എന്താ പറയുക അധികമാവാനും പറ്റൂല. പിന്നെ ഓവറായാൽ നമ്മൾ അടയുടെ ആ ഒരു ഷേപ്പ് കിട്ടൂല കേട്ടോ. പിന്നെ നമ്മൾ എന്താണ് ഇല ആയിട്ട് നമ്മളെ പൊടിയണിൻ്റെ ഇല ഉണ്ടാവൂലേ, അങ്ങനെ പറയില്ല പൊടിയണിൻ്റെ ഇല എന്ന്, അതാട്ടോ എടുത്തിക്കണത്. പിന്നെ വാഴൻ്റെ ഇലയിലൊക്കെ ഉണ്ടാക്കും കേട്ടോ ചിലോല്. ചിലപ്പോൾ വാഴൻ്റെ ഇലയിലും ഉണ്ടാക്കലുണ്ട്. ഇമ്മ എനിക്ക് അധികം ഉണ്ടാക്കി തരില്ല ഇങ്ങനെ ഇതുപോലെ ഈ പൊടിയണിൻ്റെ ഇല പൊട്ടിച്ചിട്ടാണ് ഉണ്ടാക്കൽ. പണ്ടൊക്കെ എപ്പോഴും എന്താ പറയുക പണ്ടത്തെ ഉമ്മമാരൊക്കെ എപ്പോഴും ഇങ്ങനെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെമഡിയാണ് കേട്ടോ. നമ്മൾ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് എനിക്ക് എപ്പോഴും ഇപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇടയ്ക്കൊക്കെ ഒന്ന് എന്താ പറയുക ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെറുതായിട്ട് നമ്മൾ നല്ല ചപ്പാത്തി മാവ് പോലെ ആവാൻ പറ്റില്ല. പക്ഷെ കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ അമർത്തിയിട്ട് പിന്നെ അത് ഇതാക്കുക. അപ്പോൾ ഒരു എന്താ പറയുക ഒരു ലൂസ് ടൈപ്പ് ആവണം, നല്ല ലൂസ് ആവാനും പറ്റില്ല കേട്ടോ. പിന്നെ ശർക്കരയും പാടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ശർക്കര ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പഞ്ചാരയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ തേങ്ങ നല്ലോണം ഇട്ടാലും ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലൊന്ന് കറണ്ട് പോയി കേട്ടോ. പിന്നെ കറണ്ട് വരികയും ചെയ്തു. പിന്നെ എന്താ പറയുക എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഫുഡിനോട് ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യക്കാർ കേട്ടോ. ചിലപ്പോൾ എല്ലാവരും ഇതാ നമ്മൾ അടയ്ക്ക എന്താ പറയുക തിന്നാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് തേങ്ങയും ശർക്കരയും പഞ്ചാരയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് കമൻറ്റ് അറിയിക്കോളൂ കേട്ടോ. പിന്നെ നല്ല എന്താ പറയുക കട്ടൻ ചായ കേട്ടോ ഇതിന് എന്താ പറയുക നമുക്ക് അനുയോജ്യമായിട്ട് യോജിച്ചത് നല്ല കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ അത് കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഫിനിഷ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സി യു.